പിന്നെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. അപ്പം അതൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് എന്നാണ് ഇതിനൊക്കെ ഒരു നായക്ക് നീട്ടം പോലും കിട്ടില്ലാന്ന് അതേപോലൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഒരാളുമില്ല നഗരത്തിൽ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ലോക്കൽ ഇങ്ങനെ ദുർഭരണത്തിലായി നടത്തിയത് നമ്മുടെ പിണറായി വിജയൻ്റെ അധികാരം തന്നെയാണ്. ഇത്രയും മോശമായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ലോകത്തിൽ ഉണ്ടാവുമോ അറിയില്ല കേട്ടോ, ഉണ്ടാവുമോ അറിയില്ല. അപ്പോൾ ആഭ്യന്തരത്തിലെ അപാധകൾ, അതായത് മുഴുവൻ കള്ളത്തരങ്ങളാണ് അവിടെ നടക്കുന്നത്. മുഴുവൻ കള്ളത്തരങ്ങൾ, കക്കുക നക്കുക മുക്കുക. സുഹൃത്തുക്കളെ നമസ്കാരം. അതെ, നല്ല ചൂടാണ്, ഭയങ്കര വെയില്. ഇപ്പം സമയം 1:30 മണിയാവണം, 1:15. അപ്പോഴേ ഈ വെയിലത്ത് ആൾക്കാർക്ക് ഇറങ്ങി നടക്കാനുള്ളൊരു മടി. ചൂട് പറഞ്ഞാലും പോലെ ഭയങ്കര ചൂടാണ്. എന്താ പറയുക, പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പം പിന്നെ ആൾക്കാർ പൊതുവെ തീരെ ഇല്ല നഗരത്തിലുമില്ല നാട്ടിലുമില്ല പറഞ്ഞ പോലെ. ഈ ആൾക്കാരൊക്കെ എവിടെ പോയി എന്നറിയാത്തത്. പിന്നെ ഒന്നാമത് ഇപ്പോൾ 1:30 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ നഗരത്തിൽ വന്നപ്പോൾ ഒരു കഷ്ടകാലം തന്നെയാണത്. കാരണം മമ്മക്കോയ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, കൂട്ടം തെറ്റിയ നായക്ക് തീട്ടം പോലും കിട്ടില്ലാന്ന്. അതേപോലൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഒരാളുമില്ല നഗരത്തിൽ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ലോക്കൽ കിട്ടുമെന്ന് കരുതിയിട്ട് പിന്നെ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ ലോക്കൽ പോയിട്ട് ഒരു പിന്നെ എന്താ പറയുക, ആരുമില്ല. അപ്പോൾ ഇനി വൈകുന്നേരത്ത് ഭയങ്കര തിരക്കാവും. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പറയാതിരിക്കാനാണെങ്കിൽ മിണ്ടാതിരിക്കാവുന്നല്ല, പക്ഷെ പറയണം. അപ്പോൾ പോലീസിൻ്റെ അക്രമങ്ങൾ, പോലീസിൻ്റെ മർദ്ദന മുറകൾ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസങ്ങളിലും. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രിയോട് മറുപടി ചോദിച്ചാൽ മറുപടിയായിട്ട് മുഖ്യമന്ത്രി മൗനമാണ്. മുഖ്യമന്ത്രിക്ക് നാവില്ലാതെ പോയോ എന്ന് സംശയമുണ്ട്. പല ചാനലുകാരും അങ്ങനെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വായിലെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാനുണ്ട് എന്ന് പറഞ്ഞത് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് വരുന്നത്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അത് പുനരുദ്ധന്വേഷണം വരണമെന്നാണ് പറഞ്ഞത്. അതായത് ഈ സംഭവങ്ങളൊക്കെ ആദ്യം ഒന്ന് അന്വേഷിക്കും. അപ്പോൾ ഇത്രയും നെറികെട്ട ഒരു ഭരണം എന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടാവാനുള്ള ചാൻസ് കമ്മിയാണ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ആകെ ഇടങ്ങാറാണല്ലോ. അപ്പോഴേ നമ്മളിപ്പോൾ ഇനി ആരെ എങ്ങനെ വിളിക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിലും നമ്മൾ ബഹുമാനപ്പെട്ട എന്നൊരു കാര്യം അതിൽ ചേർക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബഹുമാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആരെയും ബഹുമാനിക്കില്ല. അപ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കുലറാണ്. അത് പിന്നെ ബഹുമാനം എരന്ന് വാങ്ങുകയെന്ന് കൂടി അതിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രിനെ കേരളത്തിൽ
അല്ലെങ്കിൽ ലോകത്തിൽ കിട്ടിയത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ പോലീസിൻ്റെ മൂന്നാം മുറ ഏകദേശം നിന്നു. അതായത് ഇപ്പോൾ വാർത്താക്കാർക്ക് ഇപ്പോൾ CPM എന്തൊക്കെ കള്ളക്കളി, പൈസയുടെ കാര്യത്തിലൊക്കെ ആയിട്ട് കള്ളക്കളിയായിട്ടുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസിൻ്റെ ഇത് മറച്ച് വെക്കല്ല, അവർക്ക് പറയാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ കേരള പോലീസിനെ ഇങ്ങനെ ദുർഭരണത്തിലായി നടത്തിയത് നമ്മുടെ പിണറായി വിജയൻ്റെ അധികാരം തന്നെയാണ്. ഇത്രയും മോശമായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ലോകത്തിൽ ഉണ്ടാവുമോയെന്നറിയില്ല. ഇപ്പോൾ ഉണ്ടാവുമോയെന്നറിയില്ല. അപ്പോൾ ആഭ്യന്തരത്തിലെ അപാധകൾ, അതായത് മുഴുവൻ കള്ളത്തരങ്ങളാണ് അവിടെ നടക്കുന്നത്. മുഴുവൻ കള്ളത്തരങ്ങൾ, കക്കുക നക്കുക മുക്കുക, ഇതാണിപ്പോൾ LDFൻ്റെ ശരിക്കുള്ള പ്രചാരണം കൊടുക്കേണ്ടത്. കക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ നിന്ന് പിഴിഞ്ഞ് അടിച്ചിട്ട് കൊത്തിട്ടും പിന്നെ ചെവിയുടെ കല്ല് പൊട്ടിച്ചിട്ടും ഒക്കെ എങ്ങനെയൊക്കെ ഫൈൻ അടപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആണ് അവർ പിന്നെ പൈസ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്നോ ജനങ്ങൾ പിന്നെ എന്താ പറയുക എതിർത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നേപ്പാളിൽ കണ്ടില്ലേ, നേപ്പാളിൽ ഇപ്പോൾ എന്താ ഉണ്ടായത്? അവിടുത്തെ അധികാരികൾ ദുർഭരണത്തോടു കൂടി നടന്നു. ആ ഭരണത്തിൽ അവർക്ക് പിന്നെ തൃപ്തി വരാതെ പോയി. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ അവർ തന്നെ ഇറങ്ങി. അതും പഴയ ആൾക്കാരല്ല, പുതിയ ആൾക്കാർ, ന്യൂ ജനറേഷൻ, ജെൻസി, അവർ ഇറങ്ങുക മാത്രമല്ല അവർ ആ പിന്നെ ആ സഭയെ തന്നെ അതായത് അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ നിലംപരിശാക്കി. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ കേരളത്തിൽ തീർച്ചയായിട്ടും വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വരണം എന്നാണ് ഇപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം അധംപതിച്ച് പോയി ജനങ്ങൾ. പൈസ ഉള്ളവന് വേറെ, പൈസ ഇല്ലാത്തവന് വേറെ, ആ രീതിയാണ്. കാരണം പാവപ്പെട്ടവന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുക, ഇളനീര് കൊണ്ടടിക്കുക, പിന്നെ പല പല രീതിയിൽ എന്തൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ, ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ അവർ ചെയ്യും. അപ്പം അങ്ങനെ ഉള്ളൊരു പോലീസാണോ നമുക്ക് കേരളത്തിൽ വേണ്ടത്? കാരണം നമ്മുടെ എന്താ പറയുക, ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ട ആൾക്കാരാണ് ഈ പോലീസ്. നമ്മൾ ഏത് രാത്രിയിലും ഏത് പകലിലും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ജനമൈത്രി പോലീസ് ആവണം. ഇപ്പോൾ ജനമൈത്രി പോലീസല്ല, ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ ഗുണ്ടാമൈത്രി പോലീസാണ്. അതിൽ തന്നെ 2 മൈ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പോലീസുകാരും ചെറ്റകളല്ല, നല്ലവരായ പോലീസുകാരുണ്ട്. എല്ലാവരെയും നമ്മൾ അടിച്ച് പറയാൻ പാടില്ല. അത് പിന്നെ പോലീസ് സേനയ്ക്ക് തന്നെ എന്താ പറയുക അപമാനമാണ്. പക്ഷേ ഈ അപമാനം വരുത്തുന്നവരെ എന്താ ചെയ്യുക? അവർ ഒഴിവാക്കല്ലേ ചെയ്യുക. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രമോഷന് നൽകിയിട്ട് കൂടുതൽ ഗ്രേഡായിട്ട് അവർ പിന്നെ ഉയർത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ്. അതന്നെ അല്ല രേട്ടാ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്, മുഖ്യമന്ത്രിയുടെ കള്ളത്തരങ്ങൾ പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പോലീസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ എല്ലാവരും എക്കാലവും ഉണ്ടാവില്ല. എല്ലാവരും ഭരണത്തിൽ മാറ്റം വരും. അതായത് സമയത്തിന് മാറ്റം വരുന്ന പോലെ ഭരണത്തിലും മാറ്റം വരും. അപ്പോൾ ഇപ്പോൾ അന്ന് ചെയ്ത ക്രൂരകൃത്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു മറുപടി ഉണ്ടാവും. അതൊരൊന്നൊന്നര മറുപടി തന്നെയാവും. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ജനങ്ങളുടെ കാര്യം നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുണ്ടാവുക? ഇപ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞ പോലെ തന്നെ ബഹുമാനം ജനങ്ങളോട് ചോദിച്ചിട്ട് ഇറന്നിട്ടാണ് വാങ്ങുക. ഇവിടെ സ്നേഹത്തിന് പോലും വിലയില്ല. നമ്മളിപ്പോൾ ഒരാളെടുത്ത് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെടുത്ത് ഒന്ന് വിളിക്കുക, ഒന്ന് മെസ്സേജ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും അതിന് റിപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലം കൂടി ആകുമ്പോൾ
അപ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് ബഹുമാനമുള്ളത്? നിങ്ങൾ ജനങ്ങളെ ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ജനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഹെൽമെറ്റ് കൊണ്ട് അടിക്കുക, ചെടിച്ചട്ടി കൊണ്ട് അടിക്കുക, പിന്നെ വടിയും കൊണ്ട് തല്ലുക നിങ്ങളെ ആൾക്കാർ, ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ബഹുമാനത്തെക്കുറിച്ചിട്ട് ജനങ്ങളെ പഠിപ്പിക്കണ്ട. കാരണം അത് എന്താ പറയുക, അത് വലിയൊരു പൊട്ടത്തരാണത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം പോലീസിനെ ഒന്ന് നിയമം എന്താണെന്ന് പഠിപ്പിക്കുക. കാരണം ഇന്നിപ്പോൾ SFIയുടെ 2-3 ആൾക്കാരെ പിന്നെ മുഖത്ത് കറുത്ത തുണിയിട്ട് വന്നിട്ട് അവരെ ഏതോ ഒരു വലിയ കുറ്റം ചെയ്ത ആൾക്കാരെ എങ്ങനെ ചെയ്യാം? തീവ്രവാദ സംഘടനയിലോ മാവോയിസ്റ്റുകളെ, അതേപോലെ വലിയ കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് ശരിക്കും അങ്ങനെയൊക്കെ തുണി മറച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ അതാണോ ചെയ്തത്? അല്ല. അപ്പോൾ പോലീസിന് ശരിക്കും നിയമത്തിൻ്റെ കാര്യങ്ങൾ അറിയില്ല. പോലീസിന് പരമാവധി ഇതൊക്കെ പോലീസ് തന്നെ ചെയ്യല്ല. ഇത് പിന്നെ പോലീസിൻ്റെ അല്ല, ആഭ്യന്തരത്തിൻ്റെ ഉള്ളിലൊരാളുണ്ട്, അയാളാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് വരം ചെയ്തോ ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അതിലെ മുഖ്യമന്ത്രി ഇപ്പോൾ 8-9 ദിവസമായി. ഇപ്പം ഈ 9 ദിവസത്തിൻ്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി ഒരു വാക്ക് പോലും ഈ പോലീസിൻ്റെ ആളുകൾ ഇങ്ങനെയൊക്കെ തെമ്മാടിത്തരമായി ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ വിഡ്ഢികളല്ല. നേപ്പാൾ പോലെ ഇവിടെ കേരളം ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ആഭ്യന്തരത്തിന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ വീട് വിട്ട് കുടി വിട്ട് പോകേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന കാറും സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നിങ്ങൾ പരമാവധി ചിന്തിക്കണം, ശ്രദ്ധിക്കണം എന്ന് നമുക്കിതിൽ പറയാനുള്ളൂ. റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കാം. അപ്പോൾ മലപ്പുറത്ത് വെച്ചിട്ട് 2-3 വാഹനങ്ങൾ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗതയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് വേഗതയാണ്. അപ്പോൾ ഒന്നിനും നിൽക്കാനും നിന്ന് കൊടുക്കാനും ഒന്നിനും സമയമില്ല. മഴയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് എന്ന് കരുതി, പക്ഷെ മഴയ്ക്ക് ചാൻസ് ഒന്നുമില്ല. എന്നാണ് പോലെ മഴ പെയ്യുക. വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ 30 സെക്കൻഡ് മുന്നേ ഇൻഡിക്കേറ്റർ ഇടുന്നതാണ്. കാരണം ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇത് അറിയാൻ കഴിയാതെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തേക്കോ വലത്തേക്കോ തിരിയാൻ നിൽക്കുമ്പോൾ അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും നിന്ന് തരില്ല, എല്ലാവർക്കും ധൃതി. ഒരാൾ പോലും വാഹനം നിർത്തി തന്നിട്ട് നീ പൊയ്ക്കോ എന്ന് പറയേണ്ട ഒരു അവസരം കൂടി ഇപ്പോഴത്തെ കാലത്ത് ഓരോ രീതിയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഇവിടെ വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യമാണ്. അത് മന്ത്രിമാരിലും പൊതുജനങ്ങളിലും ഉണ്ട്. തർക്കങ്ങളാണ് കൂടുതൽ നമ്മുടെ കേരളത്തിൽ കൂടുതൽ. കാരണം എത്രയോ കേസുകളാണ് നമ്മുടെ പിന്നെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് എന്നാണ് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നറിയില്ല. ഈ ഭരണം ഇങ്ങനെയാക്കി. കാരണം നിരപരാധികളായ ആളുകളെ ജയിലിൽ അടച്ചിട്ട് കുറ്റക്കാരായ ആൾക്കാരെ ആണ് നമ്മുടെ നാട്ടിൽ വിലസണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ പവർ. കാരണം പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത് തലവെറ്റിയ ആളാണെങ്കിലും അവരെ വെറുതെ വിടും. കുറ്റം ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ പിന്നെ ജയിലിലാണ്. അവൻ എത്രയോ വർഷങ്ങളോളം ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ നിയമം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കലാപം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ജാതി മതം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി, പിന്നെ പൊതുവെ ആരെയും കണ്ടുകൂടാ.
റോഡിൻ്റെ കാര്യം തന്നെ പ്രത്യേകം എടുത്തു പറയാം. ആരും കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പിന്നെ എന്താ പറയുക, കാട്ടുതീ പോലെ അങ്ങോട്ട് പടരും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോകട്ടെ. കാരണം നമുക്ക് നാളെ മുഖത്ത് നോക്കി ചിരിക്കണം. അല്ലാതെ ശത്രുക്കളെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരാ ഉണ്ടാവുക? ഓഡിയോയിലുള്ള മറുഭാഗത്തുള്ള ശബ്ദം എൻ്റെ ശബ്ദം തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ പുറത്തു പോയി അല്ലെങ്കിൽ അങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്ത് കൊടുത്ത ഓഡിയോ ഒന്നല്ല. അതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ കത്തി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അതങ്ങനെ പോയിട്ടുള്ളതായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ശരത്ത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ശരത്ത് ഇപ്പോൾ DYFയുടെ ജില്ലാ സെക്രട്ടറി, ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഞാനിവിടെ മേഖലാ കമ്മിറ്റി സെക്രട്ടറി എന്ന കാലഘട്ടത്തിൽ മേഖലാ കമ്മിറ്റി ട്രഷറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ശരത്ത്. SFI കാലഘട്ടത്തിലും നല്ല രീതിയിൽ അറിയുന്ന ആളാണ്. പക്ഷെ ഇതെങ്ങനെ പുറത്തു പോയി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ശരത്ത് ഇതിപ്പോൾ ഒരു വർഷം 1.5 വർഷം ഉള്ള സമയത്തിനുള്ളിലാണ് ഇത് പറയുന്നത്. ഇതിന്റെ സാഹചര്യം ഈ സഹകരണ മേഖലയായിട്ടുള്ള ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു മാർച്ചോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പരിപാടിയുടെ ഇടയിലാണ് ഈ സംസാരം ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ. അത് ഫോണിലാണോ റെക്കോർഡാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ എതിർഭാഗത്തുള്ള ശബ്ദം മാത്രമാണ് എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ആ സംസാരം നടന്നിട്ടുണ്ട്. ആ സംസാരത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരത്ത് പറഞ്ഞിട്ടുള്ളതും ഞാൻ പറഞ്ഞതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതെങ്ങനെ ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിൽ എത്തി എന്നുള്ളത് എനിക്കറിയില്ല. ആ സംസാരം സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ടും CPM നേതാക്കളുടെ നിലവിലത്തെ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അല്ല, ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ ആ വോയിസിൽ തന്നെ കൃത്യമായിട്ടുണ്ടല്ലോ. അല്ല, എൻ്റെ അഭിപ്രായമല്ല, അത് ശരത്തിന്റെ അഭിപ്രായമാണ് ശരത്ത് സൂചിപ്പിച്ചത്. ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കരിവാരി തേക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച വിഷയം അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അഴിമതിയായിട്ട് ബന്ധപ്പെട്ട സംസാരം സൂചിപ്പിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM തന്നെ നടപടി എടുത്ത് പുറത്താക്കിയത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ശരത്തിന്റെ ഒരു വോയിസ് പുറത്തു വരുമ്പോൾ ശരത്തിന് എതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നുള്ളതാണ്. ഞാൻ അഴിമതിക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം മുന്നോട്ട് വന്നു പരസ്യ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് ഭാഗമായിട്ട് ശരത്തിനെതിരെ എന്ത് നടപടി വരും? അപ്പം ശരത്തിനെതിരെ നടപടി എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് പാർട്ടി CPM എന്ന രീതിയിൽ തീരുമാനിക്കുക. അതിനിപ്പോൾ CPM മെമ്പറല്ല. CPM കുറിച്ച് CPMന്റെ കാര്യങ്ങളെ കുറിച്ചോ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. ഇത് ആര് റെക്കോർഡ് ചെയ്തു, ഇതെങ്ങനെ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതിൽ ആ സംസാരം കൃത്യമാണ്, സത്യസന്ധമായിട്ടുള്ള സംസാരമാണ്. അതിൽ കഴമ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അതിൽ കഴമ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ഞാൻ ഉന്നയിച്ച വിഷയം എന്തിട്ടാണ്? ഞാൻ ഉന്നയിച്ച വിഷയം അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരത്തിന്റെ വോയിസുമായിട്ട് പുറത്തു വന്ന മുഴുവൻ കാര്യങ്ങളും ശരത്ത് പറഞ്ഞ അഭിപ്രായമാണ്. അതിൽ വ്യക്തത വരുത്തേണ്ട ആൾ ശരത്താണ്, ഞാനല്ല. ശരത്താണ് പറഞ്ഞത് AC മൊയ്തീനെ കുറിച്ചും, ശരത്താണ് പറഞ്ഞത് MK കണ്ണനെ കുറിച്ചും. ഇതൊക്കെ പറഞ്ഞ ശരത്താണ്. പിന്നെ സഖാവ് MK കണ്ണന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടത് ഇപ്പോൾ അത് പുറത്തുവിട്ടത് ഞാനാണെന്ന രീതിയിലുള്ള ചർച്ച വരുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്.